ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ലിങ്കിൽ കണ്ട പോലെ തന്നെ നമ്മുടെ 2025 ജനുവരി ബാച്ചിൻ്റെ ഹോൾ ടിക്കറ്റ് വന്നു. എക്സാം ഡേറ്റുകൾ വന്നു. ഡിസംബറിലാണ് നടക്കുന്നത്. MSWൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം MSWന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സാമിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഒരു പുറത്തുനിന്നൊരു ഹെൽപ്പ് ആയിക്കോട്ടെ, എന്തായാലും ഞാനും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പം ആ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യാം. എക്സാം എഴുതുന്ന എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ട് ചെയ്യുന്ന വീഡിയോസാണിത്. അതുകൊണ്ട് തന്നെ ഞാൻ പഠിക്കുന്ന സബ്ജക്ട്സ് മാത്രമായിരിക്കും ക്ലാസ്സിലുള്ളത്. അതുകൊണ്ട് ഇതിൽ കൂടുതലായിട്ട് ഏതെങ്കിലും സബ്ജക്ട്സ് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, അത് നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തോ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നമ്മൾ കവർ ചെയ്യുന്നതെന്ന്. MSWൻ്റെ 1, 2, 5, 3, 32 ഇത്രയും സബ്ജക്ട്സ് മാത്രമേ നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ. ഡിസംബർ 8-ാം തീയതിയാണ് MSWൻ്റെ 1 നടക്കുന്നത്. 9-ാം തീയതിയാണ് MSW 2, 10-ാം തീയതിയാണ് MSW 5, 11-ാം തീയതിയാണ് MSW 3 നടക്കുന്നത്. 24-ാം തീയതിയാണ് MSW 32 നടക്കുന്നത്. അതുകൊണ്ട് തന്നെ 24-ാം തീയതി സബ്ജക്റ്റ് ഞാൻ കുറച്ചും കൂടെ ഡിലേ ആയിട്ട് എടുത്തോളൂ. ബാക്കി 4 സബ്ജക്ട്സ് ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോസും എങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം ഇതൊരു ഇൻട്രൊഡക്ടറി വീഡിയോ ആണ്. അതുകൊണ്ട് നമ്മൾ സബ്ജക്ട്സിൻ്റെ പഠിത്തത്തിലേക്കൊന്നും കിടക്കുന്നില്ല. എന്താണ് നമ്മൾ ഈ വീഡിയോസിൽ ഫോക്കസ് ചെയ്യുന്നത്, അപ്പം ഇത് വേണ്ടിയവർ മാത്രം ഇത് ഫോളോ ചെയ്താൽ മതി. അതുകൊണ്ടാണ് ആദ്യം തന്നെ അത് പറയുന്നത്. 2025 ജനുവരി ബാച്ച് MSWയിൽ ഇഗ്നോ സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ക്ലാസ് എടുക്കുന്നത്. നമ്മുടെ ഫോക്കസ് ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് പാസ്സാവുക. അതുകൊണ്ട് നല്ല മാർക്ക് മേടിച്ച് പാസ്സാവണം എന്ന താല്പര്യമുള്ളവർ ഈ ക്ലാസ് ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോകുള്ളൂ. പിന്നെ എന്തായാലും ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല മാർക്ക് മേടിക്കണം എന്ന താല്പര്യമുള്ളവർക്കും കേൾക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പ്രിപ്പയർ ചെയ്തോളൂ. പിന്നെ എക്സാമിനേഷൻ ഹാളിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകണം, നമ്മൾ എത്രയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പോയാലും എക്സാമിനേഷൻ ഹാളിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്സാവാൻ പറ്റില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് എക്സാമിനേഷൻ ഹാളിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും കൊണ്ടുപോകണം എന്നുള്ളതാണ് ആദ്യം തന്നെ പറയുന്നത്. കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിനേഷൻ ഹാളിൽ പെർഫോമൻസ്. ഓക്കെ, അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിനേഷൻ്റെ എത്ര മണിക്കൂറാണ് നമുക്ക് എഴുതാനുള്ളതെന്ന് ആദ്യമേ അറിയണം. അത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, എത്ര മണിക്കൂർ നമുക്ക് എക്സാം എഴുതാൻ പറ്റുമെന്ന്. ഓക്കെ, PSC എക്സാമിൻ്റെ കണക്കൊന്നുമല്ല, നമുക്ക് വാച്ചസ് കയറ്റാം എന്നാണ് ഞാൻ എക്സാമിനേഷൻ നമ്മുടെ ഹോൾ ടിക്കറ്റിൽ കണ്ടത്. അതുകൊണ്ട് ഡിജിറ്റൽ ആയിട്ടുള്ള മറ്റ് ഇലക്ട്രോണിക്സ് ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് സ്മാർട്ട് വാച്ച് ഒന്നും കരുതാതിരിക്കുക. പിന്നെ മൊബൈൽ ഫോണൊന്നും പറ്റില്ല, അത് കണ്ടു. പക്ഷെ വാച്ചിൻ്റെ കാര്യം പെർമിറ്റ് ചെയ്യേണ്ടെന്നൊന്നും എഴുതിയിട്ടില്ല. അതുകൊണ്ട് വാച്ച് എന്തായാലും കരുതിക്കൊള്ളാവുക. പറ്റില്ലെങ്കിൽ നമുക്ക് വെളി വെക്കാമല്ലോ. ഞാനും അതുകൊണ്ടാണ് ഇപ്പോൾ എക്സാം എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ എത്ര മണിക്കൂറാണ് നമുക്ക് എഴുതാനുള്ളതെന്ന് ആദ്യം തന്നെ നോക്കി വെക്കുക. അതനുസരിച്ച് നമ്മുടെ മൈൻഡിൽ ഒരു പ്രിപ്പറേഷൻ വേണം. എത്ര മണിക്കൂറുള്ളൂ, എനിക്ക് ഇത്ര സമയമുള്ളൂ, അതുകൊണ്ട് എഴുതി തീർക്കാമെന്നുള്ളത് ഫസ്റ്റ് പോയിന്റാണ്. നമുക്ക് എത്ര നന്നായിട്ട് എഴുതാൻ അറിയാമെങ്കിലും എഴുതാൻ ടൈം കിട്ടിയില്ല എന്ന് പറഞ്ഞ് മാർക്ക് പോകുന്ന ഒരുപാട് പേരുണ്ട്, പാസ്സാവാൻ പോലും പറ്റാത്തവരുണ്ട്. അതുകൊണ്ട് അത് സംഭവിക്കല്. ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എത്ര മണിക്കൂറാണ് നമുക്ക് എക്സാം എഴുതാൻ കിട്ടുന്നത്. അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ഫോളോ ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആൻസർ ഷീറ്റിൽ തന്നെ നമ്മുടെ എൻറോൾമെന്റ് നമ്പർ എഴുതാൻ വേണ്ടിയിട്ട് ഒരു കോളം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്, ബ്രാക്കറ്റ്. ഞാനും ആൻസർ ഷീറ്റ് ഇതിൽ നമുക്ക് കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ കരുതുന്നു നമ്മുടെ PSCയുടെ കണക്ക് ഇങ്ങനെ കോളം വരച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എൻറോൾമെന്റ് നമ്പറിൽ 10 അക്കങ്ങളുണ്ടെങ്കിൽ 10 കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൽ നമ്മൾ ഫിൽ ചെയ്യുക. ഫോർ എക്സാമ്പിൾ എൻ്റെ നമ്പർ 255030299993 ആണ്. അപ്പോൾ എനിക്ക് 10 അക്കങ്ങളുണ്ട്. അപ്പോൾ ആ ബ്രാക്കറ്റിൽ ഫിൽ ആവും. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും 9 ഉള്ളൂ എങ്കിൽ ഇവർ പ്രത്യേകം പറയുന്നുണ്ട് ആദ്യം 0 ഒന്നും കൊടുക്കരുതെന്ന്. നമ്മൾ 9 നമ്പർ എഴുതുക, എന്നിട്ട് 10ാമത്തെ കോളം എന്ത് ചെയ്യുക, വെട്ടിക്കളയുക, എക്സ് വരച്ച് വെട്ടിക്കളയുക. ഓക്കെ, ഞാൻ എഴുതി വെച്ചിട്ടുള്ള എൻ്റെ സ്ക്രീൻഷോട്ട് ലാസ്റ്റ് ഒന്ന് ഇട്ടുതരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമാവും. ഓക്കെ, പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ആ തന്നിരിക്കുന്ന ആൻസർ ഷീറ്റിൽ എത്ര പേജുകളുണ്ടോ അത് മാത്രമേ നമുക്ക് തരുള്ളൂ. അഡീഷണൽ ആയിട്ട് ഷീറ്റ് ഒന്നും തരത്തില്ല. അതുകൊണ്ട് നമ്മൾ വാരി വലിച്ചെഴുതി അതിലും കൂടുതൽ പോയിന്റ്സ് എനിക്ക് എഴുതാനുണ്ട് എന്നുള്ള രീതിയിൽ ഇരിക്കും.
ഇരിക്കാതിരിക്കുക. എത്ര പേജസ് ആണെന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് എന്തായാലും ആൻസർ ഷീറ്റ് നമുക്ക് അഡീഷണൽ പേജസ് ഒന്നും തരത്തില്ല. നമ്മുടെ ഫുൾ മാർക്കിനുള്ള ആൻസറും ആ ഷീറ്റിൽ തന്നെ എഴുതി തീർക്കണം. അപ്പോൾ അതും കൂടെ കണക്കാക്കിയിട്ട് വേണം എക്സാം എഴുതാൻ. ഇനി നമ്മൾ ഏതെങ്കിലും പേജസ് എഴുതി തീർത്ത് എക്സാം കഴിഞ്ഞതിന് ശേഷം കുറേ പേജസ് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴും ചെയ്തിട്ടുള്ള പോലെ എന്ത് ചെയ്യുക, സ്ട്രൈക്ക് ചെയ്ത് കളയാൻ പാടുന്നുണ്ട്. അവിടെ ഒന്നും എഴുതാൻ പാടില്ല, പകരം സ്ട്രൈക്ക് ചെയ്ത് വിടുക. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു അബദ്ധവശാൽ നടുക്ക് ഏതെങ്കിലും ഒരു പേജിൽ എഴുതാൻ വിട്ടുപോയി, ബാക്കി നമ്മൾ ആൻസർ എഴുതി, അങ്ങനെ ഉണ്ടെങ്കിൽ ദയവായിട്ട് ആ പേജിൽ എന്ത് എഴുതണം, പ്ലീസ് ടേൺ ഓവർ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള PTO എന്ന് എഴുതണം. അല്ലെങ്കിൽ എന്ത് പറ്റും, ആൻസർ ഷീറ്റ് അവിടെ വെച്ച് അവർ നോക്കിയിട്ട് പിന്നെ ബാക്കി ചിലപ്പോൾ നോക്കാതെ ഇരിക്കും. അപ്പം നമുക്ക് പാസ്സാവാനുള്ള മാർക്ക് കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് ദയവായിട്ട് അവിടെ എന്ത് എഴുതണം, PTO എന്ന് എഴുതുക. പ്ലീസ് ടേൺ ഓവറിൻ്റെ ഷോർട്ട് ഫോം ആണ് കേട്ടോ. അത് ഹോൾ ടിക്കറ്റിൽ തന്നെ അവർ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് PTO എന്ന് എഴുതാൻ മറക്കരുത്. നടുക്ക് വെച്ചല്ല നമ്മൾ ബ്ലാങ്ക് ആക്കി അതിനുശേഷം നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് അങ്ങനെ എഴുതാം. പിന്നെ അറ്റൻഡൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഷീറ്റ് അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതിൽ ഓരോ കുട്ടികളും സൈൻ ചെയ്യണം, അന്ന് എക്സാമിന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളും സൈൻ ചെയ്യാം. ആ എക്സാം ഷീറ്റിൽ, അറ്റൻഡൻസ് ഷീറ്റിൽ നമ്മൾ സൈൻ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ എക്സാം എഴുതിയിട്ടില്ല എന്ന രീതിയിൽ കണക്കാക്കും, ആബ്സെൻ്റ് ആയിട്ട് കണക്കാക്കും. പിന്നീട് നമ്മൾ ആൻസർ ഷീറ്റ് കൊടുത്തെങ്കിൽ പോലും അത് ചിലപ്പോൾ ഇൻവാലിഡ് ആയി പോകും. ഓക്കെ, അതുകൊണ്ട് അറ്റൻഡൻസ് ഷീറ്റിൽ ഉറപ്പായിട്ട് ഒപ്പിടുക. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം നമ്മൾ എക്സാം എല്ലാം എഴുതി കഴിഞ്ഞു, പ്ലീസ് ടേൺ ഓവർ ഒക്കെ എഴുതിയിട്ടുണ്ട്, ബാക്കിയെല്ലാം സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പർ എല്ലാം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ആൻസർ ഷീറ്റിൽ ഒരു കുറച്ച് പ്രത്യേക ഇടങ്ങൾ നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവിടെ എന്തൊക്കെ വേണം, നമ്മുടെ ഒപ്പ് വേണം, എക്സാം എഴുതുന്ന ആളുടെ ഒപ്പ് വേണം. അതുപോലെ നമ്മുടെ ഹാളിൽ നിൽക്കുന്ന ഇൻവിജിലേറ്റർ ഒരാളുണ്ടാവും, ആ സാറിൻ്റെ ഒപ്പ് മേടിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഏത് എക്സാം ഹാളിലാണോ ഇരിക്കുന്നത്, ഒരു സെൻറ്റർ ഉണ്ടല്ലോ, എക്സാം സെൻറ്റർ, അവരുടെ ഒരു സ്റ്റാമ്പും അത് പതിപ്പിച്ചിരിക്കണം. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മൾ അവസാനമായിട്ട് എക്സാം പേപ്പർ, എക്സാം ഷീറ്റ്, ആൻസർ ഷീറ്റൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഇൻവിജിലേറ്ററിന് കൊടുക്കാവുള്ളൂ. നമ്മുടെ സൈൻ വേണം, ഇൻവിജിലേറ്ററിൻ്റെ സൈൻ വേണം, അതുപോലെ എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ സ്റ്റാമ്പ് അല്ലെങ്കിൽ സീലും വേണം. ഓക്കെ, ഈ കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തണം. അതിനുശേഷം മസ്റ്റായിട്ട് നമ്മൾ എക്സാം ഹാളിൽ പോകുമ്പോൾ നമ്മുടെ ID കാർഡ് കൊണ്ടുപോകണം. ഓക്കെ, ID കാർഡ് ഇതുപോലെ ഒരെണ്ണം നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഫോക്കസ് കാണുന്നില്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് ഇട്ടേക്കാം. ID കാർഡ് ഇത് ഞാൻ ലാമിനേറ്റ് ചെയ്ത് വെച്ചു. എൻ്റെ അടുത്ത് നേരത്തെ MSW ചെയ്തിട്ടുള്ള ഒരു ചേച്ചിയാണ് പറഞ്ഞത് ലാമിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. നമ്മൾ ലൈസൻസ് ഒക്കെ ചെയ്യുമല്ലോ, അതേപോലെ. ഇനി നിങ്ങൾക്ക് ലാമിനേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു കളർ കോപ്പി എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിനകത്ത് നമ്മുടെ ഫോട്ടോ ഉണ്ട്. ഈ ഫോട്ടോ കൂടെ നോക്കിയിട്ടായിരിക്കും നമ്മൾ അതോട്ട് അയക്കുന്നത്. അതുകൊണ്ട് ലാമിനേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഒരു കളർ കോപ്പി എങ്കിലും എന്തായാലും എടുത്തു വെക്കുക. ID കാർഡ് മസ്റ്റാണ്, ഇഗ്നോയുടെ വാലിഡ് ആയിട്ടുള്ള ID കാർഡ് മസ്റ്റാണ്. ഓക്കെ, അത് കൊണ്ടുപോകുക. അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് നമ്മൾ മുൻകൂറായിട്ട് എന്ത് ചെയ്യുക, ഒരു കോപ്പി എടുത്ത് വെച്ചോളുക. ഇത് കളർ പ്രിൻ്റ് ഒന്നും വേണമെന്നില്ല, അങ്ങനെ ഞാൻ കണ്ടില്ല കേട്ടോ. കളർ പ്രിൻ്റ് ഒന്നും വേണമെന്നില്ല, ആരും അങ്ങനെ പറഞ്ഞില്ല. അപ്പോൾ ഹോൾ ടിക്കറ്റ് നമ്മൾ ഫോട്ടോ കോപ്പി എടുത്ത് വയ്ക്കുക. ഇതിനകത്ത് QR കോഡ് ക്ലിയർ ആയിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ ഫോട്ടോ ഇതിപ്പോൾ എൻ്റെ അത്യാവശ്യം ക്ലിയർ ആണ്. ഇനി ക്ലിയർ അല്ലാത്ത ഫോട്ടോ ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ പുതിയൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉറപ്പായിട്ട് അതിൽ ഫിക്സ് ചെയ്യുക. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പേസ്റ്റ് ചെയ്തുകൊണ്ട് വേണം പോകാൻ. പിന്നെ നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ കയറി നമ്മളായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ID കാർഡ് എടുത്തു, ഹോൾ ടിക്കറ്റ് എടുത്തു. ഇത് കൂടാതെ പേന, ഞാൻ എപ്പോഴും ബ്ലൂ പെന്നാണ് എടുക്കുന്നത്. കമ്പനി ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും, പക്ഷെ എന്തായാലും സെയിം കമ്പനിയുടെ 3 പേനയെങ്കിലും ഉപയോഗിക്കുക. നമുക്കറിയാം, അസൈൻമെൻറ്റ് എഴുതിയവരാണല്ലേ, നമുക്കറിയാം 1 2 പേനയൊക്കെ വേണ്ടി വരും. സാധാരണ ഒരു അസൈൻമെൻ്റ് ഒക്കെ എഴുതി തീർക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ എന്തായാലും വേണം. അതുകൊണ്ട് നമ്മുടെ നിർഭാഗ്യവശ ഒരെണ്ണം കാണാൻ തെളിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് ഒരു 3 പേനയെങ്കിലും കരുതിക്കൊള്ളുക. ഞാൻ ബ്ലൂ ആണ് എടുക്കുന്നത്, ബ്ലൂ ഓർ ബ്ലാക്ക്, അത് നമ്മുടെ ഇഷ്ടം. ഓക്കെ, പിന്നെ ഇത് പണ്ട് PSCക്കൊക്കെ പോകുമ്പോൾ എക്സാമിനേഷന് പോകുമ്പോൾ തുമ്പേപ്പർ നല്ല കേട്ടത്തില്ല, നിങ്ങൾക്കറിയാലോ. അപ്പം ഇങ്ങനെയാണ് ഞാൻ എഴുതി പ്രിപ്പയർ ചെയ്യുക. അപ്പം നമുക്ക് ഒരൊറ്റ ഷീറ്റിൽ 4 പാർട്സ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് അപാര കോൺസെൻട്രേഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഷട്ടപ്പടേ ഓർമ്മ വരും. അതാണ് ഓക്കെ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബ്രെയിൻ ചിട്ടിയായിരിക്കും നമ്മളൊക്കെ. അപ്പം ആ സമയത്ത് എന്തോ ചെയ്യേണ്ടതെന്ന് അറിയാതെ ബ്ലണ്ടർ അടിച്ചിരിക്കാതെ നമുക്ക് നോക്കാനൊരു നോട്ട് വേണം.
അപ്പം അത് ഒരു സബ്ജക്റ്റിന് ഒരു പേപ്പർ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മാക്സിമം ഇതേപോലെ ഒരു 2 എണ്ണം അതിൻ്റെ ആവശ്യം എടുത്തോളം തോന്നുന്നത് നമുക്ക് എക്സാം നമ്മൾ കുറച്ച് സമയമുള്ളൂ, നമ്മൾ അങ്ങനെ ആയിരിക്കുമല്ലോ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഇതേപോലെ എഴുതിക്കൊണ്ട് പോകാം. അപ്പം ലാസ്റ്റ് ടൈമിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ നമുക്ക് നോക്കിപ്പോവാം കേട്ടോ. ഇങ്ങനെ നോക്കിപ്പോവാം. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് റെഡ് ഇങ്ക് വെച്ച് ഞാൻ വേണേൽ സ്ക്രീൻഷോട്ട് ലാസ്റ്റ് ഇട്ടേക്കാം കേട്ടോ. റെഡ് ഇങ്ക് വെച്ചൊന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് തെറ്റിപ്പോത്തില്ല. അത് നമ്മൾ ഒന്നുകൂടെ ഇങ്ങനെ നോക്കും. ചിട്ടി റോബോട്ടായിട്ട് നമ്മൾ ഭയങ്കര സ്പീഡിലായിരിക്കും ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ റെഡ് ഇങ്ക് കൂടെ കാണുമ്പോൾ നമ്മളത് ഇത് എനിക്ക് കിട്ടുമോ കാര്യമാണ്, അതെനിക്ക് ഓർമ്മ അങ്ങനെ കേട്ടോ. ഇതൊരു മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് പാസ് എന്നുള്ളൊരു ഐഡിയ ആണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ അതിൻ്റെ ഏകദേശം എത്ര പേപ്പറൊക്കെ വരും, എഴുതണം, എത്ര പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയാം, എങ്ങനെ എക്സാം എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്ട്സ് MSW 001, MSW 002, MSW 005, MSW 003, MSW 032. ഇവർ മാത്രം ഇത് ഫോളോ ചെയ്താൽ മതി. അല്ലാതെ ബാക്കിയുള്ളതിൻ്റെ ക്ലാസ് ഉണ്ടെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാതെ ഇരിക്കരുത്. നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുള്ളൂ. ഇത്രയും കാര്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും ഇനി ഇങ്ങോട്ട് വരുന്നത്. നിങ്ങൾക്ക് ക്ലാസ് ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒരു ലൈക്ക് ഇട്ടാൽ വളരെ സന്തോഷം. കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഒന്നുകൂടെ ഒന്ന് സമപ്പ് ചെയ്യാം. ID കാർഡ് എടുക്കുക, ഹോൾ ടിക്കറ്റ് എടുക്കുക, പേന എടുക്കുക. ID കാർഡ് ലാമിനേറ്റ് ചെയ്താൽ ഏകദേശം ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ഹോൾ ടിക്കറ്റ്, പേന, ID കാർഡ് മറക്കല്ലേ. നമ്മുടെ ആൻസർ ഷീറ്റിൽ എൻറോൾമെൻറ്റ് നമ്പർ എഴുതണം, നമ്മുടെ സൈൻ വേണം, ഇൻവിജിലേറ്ററിൻ്റെ സൈൻ വേണം, എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ സ്റ്റാമ്പ് വാങ്ങിക്കണം, നടുക്കൊരു പേപ്പർ ബ്ലാങ്ക് ആയിപ്പോയാൽ PTO എന്ന് എഴുതണം, നമ്മുടെ സൈന് അറ്റൻഡൻസ് ഷീറ്റിൽ ഇടണം. എൻറോൾമെൻറ്റ് നമ്പർ 10 ഉണ്ടെങ്കിൽ മുകളിലത്തെ പോലെ എഴുതുക. 10 ഇല്ല, 9 ഉള്ളൂ എങ്കിൽ ആദ്യത്തെ തൊട്ട് 9 എഴുതിയിട്ട് അവസാനത്തെ കോളം X വരച്ച് ക്രോസ് ചെയ്ത് വിട്ടേക്കുക. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷന് വേണ്ടി നമ്മൾ കരുതുന്ന കുഞ്ഞായിട്ട് എഴുതിയ നോട്ട്സിൽ മസ്റ്റായിട്ടും MSW 001 2 3 ഏതാണോ സബ്ജക്റ്റ് അതുകൂടെ കണക്കാക്കി എഴുതി വെക്കണം. എങ്കിലേ നമുക്ക് മാറാതെ എക്സാമിനേഷന് അതേ സബ്ജക്റ്റിൻ്റെ നോട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞാനിവിടെ ഇംഗ്ലീഷ് എന്ന് എഴുതിക്കുന്നുണ്ടില്ലേ, ഇതേപോലെ MSW 001 പ്രിപ്പയർ ചെയ്യുമ്പോൾ 1 എന്ന് എഴുതുക. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ചിട്ടിക്ക് നോക്കാൻ ഇതുപോലെ വേണം നോട്ട്സ് എഴുതാൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് റെഡ് ലൈൻ കൊണ്ട് മാർക്ക് ചെയ്തുകൊണ്ട് പോവുക. അപ്പോൾ അത് മറക്കത്തില്ല. ടുഗദർ വി പാസ്, ടുഗദർ വി റൈസ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോയ്ക്ക് വേണ്ടി ഫോളോ ചെയ്ത് വെച്ചേക്കുക. നമുക്കിനി പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ്.